എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥ തുടരുകയാണ്. ഈ കഥകൾ പൂർണ്ണമായും മനസ്സിലാക്കുവാനായിട്ട് തുടർച്ചയായിട്ട് 1, 2, 3 ക്രമത്തിൽ കാണുക. 12ാമത്തെ ഭാഗമാണ്. കഥയിലേക്ക് കടക്കാം. ഗോകർണൻ ഒരു വൈഷ്ണവ ബ്രാഹ്മണനെ ശ്രോതാവായി കൽപ്പിച്ച് പ്രഥമ സ്കന്ധം മുതൽ സ്പഷ്ടമായ വിധത്തിൽ പാരായണം നടത്തുവാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം പാരായണം അവസാനിച്ചപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. ആ മുളയുടെ, അതായത് ദുന്ദുകാരി ഒരു മുളയിൽ കയറിയിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ മുളയുടെ ആദ്യത്തെ കൊമ്പ് എല്ലാവരും കേൾക്കുന്ന വിധത്തിലുള്ള ശബ്ദത്തോടുകൂടി പൊട്ടി. അടുത്ത 2ാമത്തെ ദിവസം 2ാമത്തെ കൊമ്പും പൊട്ടി. 3ാമത്തെ ദിവസം 3ാമത്തെ കൊമ്പും പൊട്ടി. അങ്ങനെ 7ാം ദിവസം പാരായണം കഴിഞ്ഞപ്പോഴേക്കും 7 കമ്പുള്ളതിൽ മുഴുവൻ കമ്പും പൊട്ടി. ദ്വാദശസ്കന്ധം ശ്രവിച്ചതോടുകൂടി ദുന്ധുകാരി പ്രേതാവസ്ഥയിൽ നിന്ന് മുക്തനായി തീർന്നു. മേഘവർണ്ണത്തിലുള്ള ശരീരത്തോടുകൂടിയവനായി കിരീടം, കുണ്ഡലം മുതലായവ അണിഞ്ഞ് പീതവസ്ത്രം ധരിച്ച് കഴുത്തിൽ തുളസിമാല ചാർത്തിക്കൊണ്ടുള്ള ദിവ്യരൂപത്തോടുകൂടിയവനായി തീർന്നു. അവൻ ഗോകർണനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ സഹോദര, കൃപാലുവായ ഭവാൻ എന്നെ പ്രേതാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. അങ്ങേയ്ക്ക് നമസ്കാരം. പീഡകളെ നശിപ്പിക്കുന്ന ഭാഗവതം അത്യന്തം ധന്യമാണ്. സപ്താഹശ്രവണം അതിലും ധന്യമാണ്. അതിൻ്റെ ഫലമാകട്ടെ ശ്രീകൃഷ്ണ ലോകപ്രാപ്തിയാണ്. സപ്താഹശ്രവണം കൊണ്ട് സർവ്വപാപങ്ങളും ഭയന്ന് വിറയ്ക്കുന്നു. നമ്മൾ ഇതോടുകൂടി നശിച്ചു പോകുമെന്ന് പാപങ്ങൾ പറയുന്നു. ആർദ്രമോ ശുഷ്കമോ ലഘുവോ സ്ഥൂലമോ മുതലായ വസ്തുക്കൾ കൊണ്ടോ മനസ്സ്, വാക്ക്, ശരീരം മുതലായവ കൊണ്ടോ ചെയ്തിട്ടുള്ള ഏത് പാപങ്ങളായാലും അഗ്നി വിറകിനെ എന്ന പോലെ ഭാഗവത ശ്രവണം അവയെ ദഹിപ്പിച്ചു കളയും. പുണ്യഭൂമിയായ ഭാരതവർഷത്തിൽ ജനിച്ചിട്ട് പോലും ഭാഗവതം ശ്രവിക്കാത്തവരുടെ ജന്മം നിഷ്ഫലമാണെന്ന് സൂരികൾ ദേവസദസ്സിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. മർത്യൻ മോഹം കൊണ്ട് ശരീരത്തെ രക്ഷിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഈ ശരീരം ഭാഗവത ശ്രവണത്തിന് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ എന്ത് പ്രയോജനമാണുള്ളത്? ഈ ശരീരം അസ്ഥികളാകുന്ന തൂണോടുകൂടിയതാണ്. ഞരമ്പുകൾ കൊണ്ട് കെട്ടിയിരിക്കുന്നു. മാംസം, രക്തം മുതലായവ പൂശിയതാണ്. ചർമ്മം കൊണ്ട് പൊതിഞ്ഞതാണ്. ദുർഗന്ധം നിറഞ്ഞ മലം, മൂത്രം എന്നിവയുടെ പാത്രമാണ്. ജരാ, ശോകം എന്നിവ കൊണ്ട് ക്ലേശിപ്പിക്കപ്പെടുന്നതും രോഗങ്ങളുടെ വാസസ്ഥാനവുമാണ്. നിരവധി ദോഷങ്ങളുള്ളതും വേഗത്തിൽ നശിക്കുന്നതും ദുഷ്ടവും കൊണ്ടു നടക്കുവാൻ പ്രയാസമേറിയതും ആതുരവുമാണ്. ഇത് മരണാനന്തരം കൃമിയായോ മലമായോ വെണ്ണീറായോ പരിണമിക്കുന്നു. ഇപ്രകാരം ഇരിക്കുന്ന നശ്വരദേഹം കൊണ്ട് അനശ്വര ഫലത്തെ നേടുന്നതിന് എന്തിനാണ് മടി കാണിക്കുന്നത്? പ്രഭാതത്തിൽ ഉണ്ടാക്കിയ അന്നം വൈകുന്നേരത്തേക്ക് കേടുവരുന്നു. ഇപ്രകാരമുള്ള ഈ അന്നം കൊണ്ട് പോഷിപ്പിക്കപ്പെടുന്ന ഈ നശ്വര ശരീരത്തിൽ എങ്ങനെയാണ് നിത്യത ഉണ്ടാവുക? സപ്താഹശ്രവണം കൊണ്ട് ഭഗവാൻ ഹരി സമീപത്ത് തന്നെ വസിക്കുന്നു. അതുകൊണ്ട് സർവദോഷങ്ങളുടെയും പരിഹാരത്തിന് ഉത്തമമായ ഉപാധി സപ്താഹശ്രവണമാണെന്ന് പറയുന്നു. ഭാഗവത കഥ കേൾക്കാൻ വിമുഖത കാണിക്കുന്നവരുടെ ജീവിതം ജലത്തിലെ നീർപ്പോളയെന്ന പോലെയാണ്. അവർ ജീവികളെ കടിക്കുന്ന കൊതുക് പോലെ ചാകാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. ജഡമായ മുളങ്കമ്പ് സപ്താഹശ്രവണം കൊണ്ട് പിളർന്നിരിക്കുന്നു. ആ നിലയ്ക്ക് ചിത്തഗ്രന്ഥികൾ ഭേദിക്കുമെന്ന കാര്യം പറയേണ്ടതുണ്ടോ? സപ്താഹശ്രവണ ഫലമായി ഹൃദയഗ്രന്ഥികൾ ഛിന്ന ഭിന്നമാകുന്നു. സർവസംശയങ്ങളും നശിച്ചു പോകുന്നു. കർമ്മങ്ങളെല്ലാം ക്ഷയിച്ചു പോകുന്നു. സംസാരമാലിന്യം പുരണ്ട ശരീരത്തെ കഴുകി ശുദ്ധമാക്കുന്നതിനുള്ള ഉത്തമ തീർത്ഥം തന്നെയാണ് ഭാഗവത കഥ. ഇത് ഹൃദയത്തിൽ സ്ഥിതമായാൽ മുക്തി തന്നെയാണ് ഫലമെന്ന് വിദ്വാൻമാർ പറയുന്നു. ദുന്ദുകാരി പ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വൈകുണ്ഠത്തിൽ നിന്ന് ഒരു വിമാനം അവിടെ എത്തിച്ചേർന്നു. വൈകുണ്ഠവാസികളായ വിഷ്ണുഭക്തന്മാർ അതിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പ്രഭ കൊണ്ട് അവിടമാകെ പ്രകാശപൂരിതമായി. അവിടെ കൂടിയിരിക്കുന്ന സർവരും കാണെ ദുന്ദുകാരി ആ വിമാനത്തിൽ കയറിയിരുന്നു. അപ്പോൾ വിമാനത്തിലിരിക്കുന്ന വിഷ്ണു പാർഷദന്മാരോട് ഗോകർണൻ ചോദിച്ചു, ഇവിടെ സപ്താഹം ശ്രവിച്ച നിരവധി പേരുണ്ടല്ലോ, അവർക്കായി വിമാനം കൊണ്ടുവരാത്തത് എന്താണ്? എന്തുകൊണ്ടാണ് ദുന്ദുകാരിക്ക് മാത്രമായി വിമാനം കൊണ്ടുവന്നത്?
ഇവിടെ ഇരിക്കുന്ന സർവരും ഒരുപോലെയാണല്ലോ ഭാഗവത ശ്രവണം നടത്തിയത്. എന്നിട്ടും എന്താണ് അതിൻ്റെ ഫലത്തിൽ വ്യത്യാസം വന്നത്? വിഷ്ണു പാർഷദന്മാർ പറഞ്ഞു, എല്ലാവരും ഭാഗവതം ശ്രവിച്ചുവെങ്കിലും ശ്രവണഭേദം കൊണ്ട് ഫലത്തിൽ വ്യത്യാസമുണ്ടായി. ദുന്ദുകാരി ഒഴിച്ചുള്ളവരാരും തന്നെ ഭാഗവത കഥയെ മനനം ചെയ്തില്ല. ഇതുപോലെ തന്നെ ഭജനത്തിന്റെ രീതിയിലും വ്യത്യാസമുണ്ട്. ദുന്ദുകാരി 7 നാൾ ഉപവാസം അനുഷ്ഠിച്ചാണ് ഭാഗവതം ശ്രവിച്ചത്. അദ്ദേഹം ശ്രവണവും മനനവും ഏകാഗ്രതയോടെയാണ് നടത്തിയത്. ചിത്തത്തിന് ഏകാഗ്രതയില്ലെങ്കിൽ ജ്ഞാനം നശിക്കുന്നു. പ്രമാദത്തോടുകൂടി ശ്രവിച്ചാൽ യാതൊരു പ്രയോജനവുമില്ല. സംശയമുണ്ടെങ്കിൽ മന്ത്രം ഫലം ചെയ്യുകയില്ല. ചിത്തസ്ഥിതയില്ലായ്മ ജപഫലത്തെ നശിപ്പിക്കുന്നു. വൈഷ്ണവർ ഇല്ലാത്ത ദേശം വാസയോഗ്യമല്ല. യോഗ്യതയില്ലാത്ത ആളെ ഊട്ടി നടത്തുന്ന ശ്രാദ്ധം കൊണ്ട് പ്രയോജനവുമില്ല. ശ്രോത്രിയ ബ്രാഹ്മണനല്ലാതെ നൽകുന്ന ദാനം നിഷ്ഫലമാണ്. ആചാരം വെടിഞ്ഞാൽ കുലം നശിച്ചു പോകും. ഗുരുവാക്യങ്ങളിൽ വിശ്വാസം വേണം. താൻ എളിയവനാണെന്ന വിചാരം വേണം. അഹങ്കാരം അരുത്. മനോമാലിന്യങ്ങളായ കാമക്രോധാദികളെ ജയിക്കണം. കഥാശ്രവണത്തിൽ ഏകാഗ്രത വേണം. ഇപ്രകാരമെല്ലാം ആയാൽ മാത്രമേ ഭാഗവത ശ്രവണം കൊണ്ട് ഫലം സിദ്ധിക്കൂ. വീണ്ടും ഒരു സപ്താഹം കൂടി നടത്തിയാൽ ശ്രവിക്കുന്നവർക്കെല്ലാം വൈകുണ്ഠവാസം ലഭിക്കും. അല്ലയോ ഗോകർണ, ഭഗവാൻ ഗോവിന്ദൻ അങ്ങേക്ക് ഗോലോകത്തെ നൽകും. വൈകുണ്ഠത്തേക്കാൾ ഉപരിയാണ് ഗോലോകം. അത് ദേവി ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് വിഷ്ണു പാർഷദന്മാർ വിഷ്ണു കീർത്തനങ്ങളും ചൊല്ലിക്കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. ശ്രാവണമാസത്തിൽ ഗോകർണൻ വീണ്ടും ഒരു സപ്താഹം നടത്തി. ഹേ നാരദരെ, ആ സപ്താഹം സമാപിച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്നൊന്ന് കേട്ടാലും. ഭഗവാൻ വിഷ്ണു സ്വഭക്തന്മാരോടുകൂടി വിമാനത്തിൽ ഏറി അവിടെ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും ജയ ജയ വിഷ്ണു നമോ നമഃ എന്ന് ചൊല്ലി ഭഗവാനെ സ്തുതിച്ചു. സന്തുഷ്ടനായ ഭഗവാൻ തന്റെ പാഞ്ചജന്യം എന്ന ശംഖ് മുഴക്കുകയും ഗോകർണനെ വാരിപ്പുണരുകയും ചെയ്തു. അതോടുകൂടി ഗോകർണന് സാരൂപ്യമുക്തി ലഭിച്ചു. ഭഗവാൻ അവിടെയുള്ള മറ്റു ശ്രോതാക്കളെയും മേഘവർണ്ണത്തോടു കൂടിയവരും പീതാംബരം ധരിച്ചവരും കിരീടം കുണ്ടലാദികൾ മുതലായവ അണിഞ്ഞവരുമാക്കി. ഗോകർണന്റെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ അവിടെയുള്ള ചണ്ടാളരടക്കമുള്ള സർവ്വജനങ്ങളെയും വിമാനത്തിൽ കയറ്റി. ഭഗവാൻ അവരെയെല്ലാം ഗോകർണനോടുകൂടി യോഗികൾക്ക് മാത്രം പ്രാപിക്കാൻ സാധിക്കുന്നതായ ഗോലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പണ്ട് അയോധ്യാവാസികളെയെല്ലാം ശ്രീരാമൻ എന്നതുപോലെ ഭഗവാൻ അവിടെ കൂടിയിരുന്ന സർവരെയും സ്വസ്ഥാനമായ ഗോലോകത്തേക്ക് കൊണ്ടുപോയി. ആ ലോകത്തെ പ്രാപിക്കുവാൻ യോഗീന്ദ്രന്മാർക്ക് പോലും പ്രയാസമാണ്. സൂര്യൻ, ചന്ദ്രൻ, സിദ്ധന്മാർ തുടങ്ങിയവർക്കൊന്നും അവിടെ പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്രകാരം ഇരിക്കുന്ന ആ ദിവ്യലോകത്തെ ഭാഗവത ശ്രവണം ഒന്നുകൊണ്ട് മാത്രം അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പ്രാപിക്കുകയുണ്ടായി. സപ്താഹയജ്ഞത്തിൽ ഗോകർണൻ പാരായണം ചെയ്ത ഭാഗവത കഥാമൃതത്തെ കർണങ്ങളിലൂടെ പാനം ചെയ്തവർക്ക് പിന്നെ ഗർഭവാസത്തെ അനുഭവിക്കേണ്ടി വന്നില്ല. അവരെല്ലാം പുനർജന്മമില്ലാതെ മോക്ഷത്തെ പ്രാപിച്ചു. തപസ്വികൾ വായു ഭക്ഷണം, ജലപാനം, ഇലഭക്ഷണം മുതലായവ കൊണ്ട് ശരീരത്തെ ശോഷിപ്പിക്കുന്നു. പ്രകാരമുള്ള ഉഗ്രതപസ്സുകൊണ്ടോ യോഗം കൊണ്ടോ പ്രാപിക്കാൻ കഴിയാത്തതായ സദ്ഗതിയെ ഭാഗവത സപ്താഹ ശ്രവണ ഫലമായി സിദ്ധിക്കുന്നു. മുനീശ്വരനായ ശാണ്ഡില്യൻ ചിത്രകൂടത്തിലിരുന്ന് ഈ ഇതിഹാസത്തെ പഠിച്ച് ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുന്നു. പരമപവിത്രമായ ഈ ആഖ്യാനത്തെ ഒരിക്കലെങ്കിലും ശ്രവിക്കാൻ കഴിഞ്ഞാൽ സർവപാപങ്ങളും നശിച്ചു പോകും. ശ്രാദ്ധ സമയത്ത് പാരായണം ചെയ്താൽ പിതൃക്കൾ തൃപ്തരായിത്തീരും. നിത്യവും ഭക്തിയോടുകൂടി പാരായണം ചെയ്താൽ മുക്തിയെ പ്രാപിക്കും. ഇത് ശ്രീ പത്മപുരാണെ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മാഹാത്മ്യേ ഗോകർണ മോക്ഷവർണ്ണനം നാമ പഞ്ചമോധ്യായ. അങ്ങനെ 5-ാം അധ്യായം സമാപിച്ചു. ഇനി 6-ാം അധ്യായം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.